ഹായ്, സജീസ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ ഈ ഒരു ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അങ്ങോട്ട് ഡിഗ്രി മെയിൻസ് എക്സാമൊക്കെ വരികയാണ്, അതുപോലെ യൂണിഫോം പോസ്റ്റൊക്കെ വിളിക്കാൻ പോവുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ തന്നെ എത്തിക്കോളും. സജീസ് മലയാളം ടെലഗ്രാം ചാനലിലൂടെ യൂട്യൂബിൽ എടുക്കുന്ന ക്ലാസ്സിൻ്റെ PDF-ഉം അവൈലബിൾ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ക്ലാസ് അങ്ങനെ തന്നെ ഫോളോ ചെയ്തുകൊണ്ട് പോയാൽ മതി. അപ്പോൾ ഇനി അങ്ങോട്ട് ഉറപ്പായിട്ട് ക്ലാസ്സുകളൊക്കെ കൺസിസ്റ്റൻ്റായിട്ട് തന്നെ PDF-ഉം ഡിഗ്രി മെയിൻസിന് വരത്തക്ക രീതിയിലുള്ള അതും. ഇനി നമുക്ക് ഒരു ജില്ല കൂടി, 2 ജില്ലകൾ കൂടി ഉണ്ടല്ലേ. അപ്പോൾ ആ ജില്ലകളെ കൂടി അടിസ്ഥാനമാക്കിയിട്ടുള്ള LDCയുടെ ക്ലാസ്സുകളും ഒക്കെ കിട്ടും. അപ്പോൾ അതോടൊപ്പം കഴിഞ്ഞ ഈ വർഷം നടന്ന പരീക്ഷകളെല്ലാം കൂടി വെച്ചുകൊണ്ട്, അതായത് 2023-24 നടന്ന വിവിധ LD പരീക്ഷകളുടെയും ഡിഗ്രി പ്രിലിംസിൻ്റെ പരീക്ഷയുടെയും SI മെയിൻസിൻ്റെ പരീക്ഷയുടെയും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നൊരു മാരത്തോൺ സെഷൻ കൂടി ഉണ്ടാവും. ലൈവ് ആയിരിക്കില്ല, കാരണം റെക്കോർഡ് ചെയ്തിട്ട് അത് എപ്പോൾ വേണമെങ്കിലും കാണത്തക്ക രീതിയിലുള്ള മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഒരു മാരത്തോൺ സെഷൻ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ ശരി, ഇന്ന് ഞാൻ വന്നത് ആക്ച്വലി നിങ്ങൾക്ക് പിന്നെ ക്ലാസ് തരാനല്ല. ഇന്നൊരു കാര്യം കൂടി, എന്താ പറയുക, ഒരു മെസ്സേജ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ്. ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞിരുന്നു അല്ലേ, കൈ പൊള്ളിയ അമ്മയുടെ മരണം, അതിനെ തുടർന്ന് മാനസികമായി ഒരുപാട് ഡിപ്രസ്സായി പോയൊരവസ്ഥ. അതൊക്കെ ഓർക്കുമ്പോൾ തന്നെ എന്നെ വിഷമിപ്പിക്കുന്ന, എന്നാൽ എനിക്ക് കുറച്ച് ബോൾഡാകാൻ, ജീവിതത്തിൽ ഞാൻ ബോൾഡായി മാറിയ കാലഘട്ടമൊക്കെ ആയിരുന്നു അത്. ഇനി എനിക്ക് എന്തെങ്കിലുമൊക്കെ വിഷമം വന്നിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് ഡിപ്രസ്സൊക്കെ ആകുമ്പോൾ, ഞാൻ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരിക്കുമ്പോൾ, തോറും എനിക്ക് ചിരി വരുന്ന എൻ്റെ ലൈഫിലെ ഒരു എക്സ്പീരിയൻസ് ആണ്, PSC ആയിട്ട് ബന്ധപ്പെട്ട ഒരു എക്സ്പീരിയൻസ് ആണ്. അത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ആദ്യമായിട്ട് ഒരു ഫിസിക്കൽ ടെസ്റ്റ് വരികയാണ്. വിമൻ എക്സൈസ് ഓഫീസർ എന്ന പരീക്ഷയിൽ ഞാൻ റിട്ടൺ ടെസ്റ്റിൽ ക്വാളിഫൈഡായി. എനിക്ക് വീട്ടിലേക്ക് ഇന്നത്തെ പോലെ നമ്മളെ പ്രൊഫൈലിലേക്കല്ല അന്ന് വരുന്നത്, നമുക്ക് ഒരു ഡോക്യുമെൻ്റ്, അതായത് അവർ നോട്ടീസ് അയക്കും, നമ്മൾ ഇന്ന ദിവസം ഫിസിക്കൽ ടെസ്റ്റിന് ഹാജരാകണമെന്ന്. ഏകദേശം ഒരു 1 മന്ത് ബിഫോർ തന്നെ നമ്മൾ അറിയിക്കും. അങ്ങനെ 1 മാസം മുമ്പ് തന്നെ എനിക്ക് PSCയുടെ ഒരു ഇൻവിറ്റേഷൻ കിട്ടി. എന്തിനു വേണ്ടിയിട്ട്? ഫിസിക്കൽ ടെസ്റ്റിന് ഹാജരാകാൻ. ശരിക്കും പറഞ്ഞാൽ വിമൻ എക്സൈസ് ഓഫീസർ എന്ന് പറയുന്ന പരീക്ഷയ്ക്ക് കാര്യമായിട്ട് പോയി പഠിച്ചൊന്നുമില്ല. എങ്ങനെയോ ഞാൻ ആ റാങ്ക് ലിസ്റ്റിൽ കയറി കൂടിയെന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ ഞാനും കയറിക്കൂടി. പക്ഷേ അതിനുശേഷം ഞാൻ പിന്നെ അങ്ങോട്ട്, എനിക്ക് പണ്ടൊരു സ്വഭാവമുണ്ട്, ഏതെങ്കിലും ഒരു PSC ടെസ്റ്റിൽ ഞാൻ ഓക്കെ ആയാൽ, ഇപ്പോൾ എനിക്ക് B.Ed ഞാൻ ക്രാക്ക് ചെയ്താൽ പിന്നെ ഞാൻ എൻ്റെ സ്വപ്നങ്ങളിലൊക്കെ ടീച്ചറാണ്. ഇങ്ങനെ കോളേജിലേക്ക് പോകുന്നു. അപ്പോൾ പിന്നെ കാണുന്ന സ്കൂളൊന്നുമല്ല കേട്ടോ, വലിയ വലിയ സ്വപ്നങ്ങളാണ്. കോളേജിലേക്ക് അധ്യാപികയായിട്ട് പോകുന്നത്, കുട്ടികളെ പഠിപ്പിക്കുന്നതൊക്കെ സ്വപ്നം കാണുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഒരു വിമൻ എക്സൈസ് ഓഫീസർ വന്നപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് ഞാനങ്ങ് പോലീസായി മാറുകയാണ്. അത് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റാണോ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റാണോ എന്ന് വേർതിരിച്ച് കാണാനുള്ള ഒരു ഇതൊന്നുമില്ല. എങ്കിലും ഞാൻ എന്തായാലും പിന്നെ അങ്ങ് ഒരു കിരൺ ബേദിയായി മാറുകയായിരുന്നു. അങ്ങനെ ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നത് എൻ്റെ കുഞ്ഞുകുട്ടിയാണ്, മോളുണ്ടായിരുന്നു കാത്തു. അവൾ കൊച്ചുകുട്ടിയാണ്, ഒരു 4-5 വയസ്സൊക്കെ ഉള്ളൂ. LKG UKG ഒക്കെ പഠിക്കുന്ന സമയമാണ് ഈ സംഭവ വികാസങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഞാൻ പിന്നെ ഞാൻ അങ്ങോട്ട് ഈ രാത്രികളിലൊക്കെ സ്വപ്നം കാണുന്ന, ഉപബോധ മനസ്സിലും ഉണ്ട്, അല്ലാതെയൊക്കെ സ്വപ്നം കാണുന്ന, ഞാൻ പോലീസ് യൂണിഫോമിൽ പോകുന്നു, വാറ്റുകാരെയൊക്കെ ഓടിച്ചിട്ട് പിടിക്കുന്നു, അവരുണ്ടാക്കി വെക്കുന്ന ഈ കോടയില്ലേ അതിനെയൊക്കെ ഞാൻ അടിച്ച് ഉടയ്ക്കുന്നു. ആരെങ്കിലുമൊക്കെ അടിച്ചിട്ടുണ്ടോ ചവിട്ടിയിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇതൊക്കെയാണ് എൻ്റെ സ്വപ്നങ്ങളിൽ മുഴുവനും. ഞാൻ അങ്ങനെ ഒരു എക്സൈസ് ഓഫീസറായി മാറുകയാണ്. അങ്ങനെ ഞാൻ എൻ്റെ ഒരു കൺവേർഷൻ ലൈഫിൽ നടക്കുകയാണ്. ഞാൻ ഏതിലും ഇതാണ്. അപ്പോൾ ഞാനിങ്ങനെ ഉപേന്താവ് വീട്ടിൽ വന്നപ്പോൾ, ഉപേന്താവ് എന്ന് പറഞ്ഞാൽ ഭർത്താവ് വീട്ടിൽ വന്നപ്പോൾ പുള്ളിയോട് ഞാൻ പറഞ്ഞു, എനിക്ക് കുറച്ച് ആരോഗ്യം സംരക്ഷിക്കുന്ന ഭക്ഷണമൊക്കെ കഴിക്കണം. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇനി അടുത്ത ഘട്ടം ഫിസിക്കൽ ടെസ്റ്റാണ്, അത് കഴിഞ്ഞാൽ എക്സൈസ് ഓഫീസറായി, ഞാൻ വിമൻ എക്സൈസ് ഓഫീസറായി മാറുകയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഹസ്ബൻഡിനും ഒരു ജോലിയല്ലേ, ഒരു ഗവൺമെൻറ് ജോലിയൊക്കെ കിട്ടുന്ന കാര്യമല്ലേ, അത് വേണോ, എന്തായാലും നിൻ്റെ ഒരു പാഷൻ ടീച്ചിങ് അല്ലേ, അപ്പം ഇനി അതുപോലെ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞില്ല, എനിക്ക് എക്സൈസ് ഓഫീസർ ആവണം, ഞാനത് സ്വപ്നം കണ്ടു പോയി, യൂണിഫോം ഇട്ട് പോയി സ്വപ്നത്തിൽ എന്നൊക്കെ പറഞ്ഞു. അന്ന് മുതൽ ഞാൻ മുട്ട, പാല് ഒക്കെ ഡെയിലി 2 ഏത്തപ്പഴം, 2-3 മുട്ട, രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും ഓരോ ഗ്ലാസ് പാല് ഒക്കെ കുടിക്കാൻ തുടങ്ങി. എൻ്റെ ആരോഗ്യം സംരക്ഷിക്കണ്ടേ ഫിസിക്കൽ ടെസ്റ്റിന് പോകുമ്പോൾ. എന്നാൽ ഈ ഫിസിക്കൽ ടെസ്റ്റ് എന്താണെന്നോ, ഇതിലെന്തൊക്കെയാണ് ഞാൻ ക്രാക്ക് ചെയ്യേണ്ടതെന്നോ, എങ്ങനെയാണ് ഇതിനായിട്ടുള്ളൊരു പ്രാക്ടീസ് എടുത്ത് ഞാൻ എൻ്റെ ബോഡിയെ സെറ്റാക്കേണ്ടതെന്നോ ഒന്നും ചിന്തിക്കുന്നില്ല. മീശമാധവൻ സിനിമയിൽ ദിലീപ് വാങ്ങിക്കൂട്ടി തിന്നണം, മീശമാധവനിലല്ലോ, CID മൂസയിൽ,
അതുപോലെ ഞാനങ്ങ് ഏകദേശം ഒരു 5 കിലോ 10 കിലോ ആ ബേസിൽ തന്നെ കൂടിക്കാണും. എന്തായാലും ഞാൻ ആരോഗ്യം സംരക്ഷിക്കാൻ തന്നെ തീരുമാനിക്കുന്നു. പിന്നെ അതിനെക്കുറിച്ചുള്ള നിറം പിടിപ്പിച്ച കഥകളൊക്കെ കുഞ്ഞിനോടാണ് പറഞ്ഞു കേൾക്കുന്നത്. കുഞ്ഞിക്കാത്തു ഉണ്ടല്ലോ, ഈ കുഞ്ഞിക്കാത്തുവിനെ നിറം പിടിപ്പിച്ച കഥകൾ കുഞ്ഞിക്കാത്തു ചോദിച്ചു ഫിസിക്കൽ ടെസ്റ്റ്. അപ്പോഴേക്കും ഫിസിക്കൽ ടെസ്റ്റിനെ വിളിച്ചുകൊണ്ട് PSC നോട്ടീസും വന്നു. ഞാൻ ആകെപ്പാടെ ത്രില്ലടിച്ച് നിൽക്കുകയാണ്. കാത്തുവിനോട് പറഞ്ഞു, കാത്തു ഫിസിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അപ്പോൾ ഇവയ്ക്ക് ഈ ചോറൊക്കെ വാരി കൊടുക്കുമ്പം കുറച്ച് പൊടിപ്പും തൊങ്ങലും വെച്ചുള്ള കഥകൾ, അത് യക്ഷിക്കഥയായാലും യക്ഷിണിക്കഥയായാലും പ്രേതകഥയായാലും, എത്രയോ പ്രാവശ്യം പ്രേതം എന്നെ എടുത്തുകൊണ്ട് പോകുന്നു, പ്രേതത്തിനെ ഞാൻ ഫൈറ്റ് ചെയ്ത് പ്രേതത്തിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നതൊക്കെ കുഞ്ഞിക്കാത്തു കേട്ടിട്ടുണ്ട്. ഈ കാത്തുവിനോട് ഫിസിക്കൽ ടെസ്റ്റിൻ്റെ കള്ളക്കഥ പറഞ്ഞു കേൾപ്പിച്ചു. എന്താണ് ഫിസിക്കൽ ടെസ്റ്റ് എന്ന് അവൾ എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു കൊടുത്തു, അവർ വിളിക്കുന്ന ദിവസം രാവിലെ നമ്മൾ ഇവിടുന്ന് പോകണം. അപ്പോൾ ഒരു 4-5 ഖടാഖടിയന്മാരായ പോലീസുകാർ വരും. അവർ ഭയങ്കര ജിംനാസ്റ്റിക് ആയിരിക്കും. അവരെ ഇടിച്ച് നമ്മൾ തോൽപ്പിക്കണം. അവരെ ഇങ്ങനെ ഇടിച്ച് തോൽപ്പിച്ച് അപ്പോഴേക്കും കൊച്ചും അതിനൊപ്പിച്ചങ്ങ് നിൽക്കുകയാണ്. ഇടിക്കണം അമ്മ ഇടിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ എന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ക്വസ്റ്റ്യനും ചോദിക്കും, നമുക്ക് ചവിട്ടാമോ? ഞാൻ വേണ്ടി വന്നാൽ ഓരോ ചവിട്ടും കൊടുക്കാം. പിന്നെ അങ്ങനെയാണെങ്കിൽ അമ്മ തലപിടിച്ച് കുനിച്ചിട്ട് അവരെ ഇടിച്ചൂടെ എന്നൊക്കെ ചോദിച്ചു. ഞാൻ ഈ 4-5 പേരെ നമ്മൾ ഇത്തരം കായിക മുറകളിലൂടെ അവരെ തോൽപ്പിച്ചാൽ നമുക്ക് ജോലി കിട്ടും പോലീസായിട്ടെന്ന് പറഞ്ഞു. അവളതെല്ലാം വിശ്വസിച്ചു. അവളാകെ ഹാപ്പിയായി. അവളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് രുദ്ര. പക്ഷെ അവൾക്കിത് പ്രൊനൗൺസ് ചെയ്യാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ട്, ഉച്ചരിക്കാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ട് അവൾ കുതിര എന്നാണ് പറയുന്നത്. അങ്ങനെ ഞാൻ എന്നിട്ട് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഈ കള്ളക്കഥയൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഇതൊന്നും തന്നെ നഴ്സറി പോകുമ്പം അവിടെ ആരോടും പറയരുതെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവളിതെല്ലാം അവളുടെ കുതിരയോട് അങ്ങ് പറഞ്ഞു. കുതിരയെന്ന് പറയുന്നത് അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് രുദ്ര, പക്ഷെ കുതിര എന്നാണ് പറയുന്നത്. അങ്ങനെ പറയാനേ അറിയാവൂ. കുതിരയുടെ അച്ഛൻ SI ആണ്. ഇനിയിപ്പോൾ കുതിരയുടെ അച്ഛനും ഉണ്ടാവോ അമ്മയോട് അടിവെക്കാൻ വരുന്നത്? ഞാനപ്പോൾ ഒന്ന് ചമ്മി. കാരണം ഇനി കുതിരയോട് ഇങ്ങനെങ്ങാനും പോയി പറഞ്ഞിട്ട് കുതിരയുടെ അച്ഛൻ അറിഞ്ഞിട്ട് ആകെ നാണക്കേടാവണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ പറഞ്ഞില്ല, കുതിരയുടെ അച്ഛനില്ല. അപ്പോഴാണ് ഇവള് ഒരു ഞെട്ടിക്കുന്ന സത്യം പറഞ്ഞു. കുതിരയുടെ അച്ഛൻ്റെ കയ്യിൽ തോക്കുണ്ട്. അമ്മയെ ഇനിയിപ്പം പുള്ളി ഇടിക്കാൻ വന്നിട്ട് അമ്മ തിരിച്ച് മൂക്കിനൊക്കെ ഇടിക്കുമ്പം രക്ഷയില്ലാതെ തോക്ക് വെച്ച് വെടിവെച്ചാലോ? അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെയൊന്നും ഉണ്ടാവില്ല, കുതിരയുടെ അച്ഛൻ എന്തായാലും എൻ്റെ കൂടെ ഫിസിക്കൽ ടെസ്റ്റിന് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ഇവളെ സമാധാനിപ്പിച്ചു. എന്തായാലും ആ ഒരു സുദിനം വന്നെത്തി. മുട്ട, പാല്, ഏത്തപ്പഴം, ബൂസ്റ്റ്, ഹോർലിക്സ് എന്ന് വേണ്ട സകലമാന ആരോഗ്യ സംരക്ഷണ സാധനങ്ങളുമൊക്കെ കഴിച്ച് നല്ല രീതിയിൽ വെയിറ്റൊക്കെ കയറ്റി. അപ്പോഴാണ് രാവിലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടാണ് ആ ദുരന്തം അരങ്ങേറുന്നത്. എന്നെ സംബന്ധിച്ച് ആ ദുരന്തം അരങ്ങേറിയ സ്ഥലം എന്ന് പറയുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. ആദ്യത്തെ ഫിസിക്കൽ ടെസ്റ്റാണ്. ടീച്ചറാവാൻ മോഹിച്ചിരുന്ന എന്നെ പോലീസ് എന്ന പണിയിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള PSCയുടെ ആദ്യത്തെ വിളി. ഞാനാണെങ്കിൽ ആകെ ത്രില്ലിലായിരുന്നു. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ രാവിലെ ഈ ഫിസിക്കൽ ടെസ്റ്റിന് ഞാൻ എന്തിട്ടുകൊണ്ട് പോകും എന്നുള്ളൊരു കൺഫ്യൂഷൻ. അങ്ങനെ ഹസ്ബൻഡിൻ്റെ താരതമ്യേന വലിയൊരു ട്രാക്ക് സ്യൂട്ട് എടുത്തിട്ടു. ടീഷർട്ട് നോക്കുമ്പോൾ എനിക്ക് പാകമായിട്ടുള്ള ടീഷർട്ടൊന്നും ഇല്ല. ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ നല്ല തടിയുണ്ടായിരുന്നു ആ സമയത്ത്. അതിൻ്റെ കൂടെ ഈ ഏത്തപ്പഴവും മുട്ടയും പാലും കൂടെ ആയപ്പോൾ നല്ല തടി വെച്ചു. എന്നിട്ട് ഹസ്ബൻഡിൻ്റെ ഒരു ടീഷർട്ട് എടുത്ത് കുത്തിക്കയറ്റി എന്ന് തന്നെ പറയാം. കുത്തിക്കയറ്റിയിട്ട് ഇൻ ചെയ്തില്ലെങ്കിൽ മോശമല്ലേ എന്ന് വെച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ കൂമ്പിൽ കൊണ്ടുവച്ച് ഇൻ ചെയ്ത്. ഇനി ഷൂ വേണമല്ലോ, അവിടെ ഓടണ്ടേ, അവിടെ ഹൈ ജമ്പും ലോങ് ജമ്പും ഒക്കെ ഇല്ലേ. ആദ്യമായിട്ടാണ് ആ ഗ്രൗണ്ട് കാണുന്നത്. എന്നിട്ട് 2 ദിവസം മുമ്പ് ഹസ്ബൻഡ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിലല്ലേ, നമുക്കൊന്ന് പോയി അവിടെ ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ. എൻ്റെ ആവശ്യമൊന്നുമില്ല, ഇത്രയും ഹൈറ്റൊക്കെ ഉള്ള എനിക്കാണോ ഇനി പ്രാക്ടീസ്, എൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. ആ ഒരു അഭിപ്രായത്തെ മുളയിലേ നുള്ളിക്കളഞ്ഞു ഞാൻ. എന്നിട്ട് നേരെ ഷൂ നോക്കുമ്പോഴോ ഷൂ ഇല്ല. ഈ പറഞ്ഞ സാരിയൊക്കെ കൊടുത്ത് BEഡും കാര്യങ്ങൾക്കും PG ഒക്കെ പഠിക്കാൻ പോയി എൻ്റെ കയ്യിൽ എവിടെ നിന്നാണ് ഈ ട്രാക്ക് സ്യൂട്ടും പാൻറ്റും പിന്നെന്താ ഷൂ ഒക്കെ. ഹസ്ബൻഡിൻ്റെ തന്നെ എനിക്ക് ഒട്ടും പാകാത്ത ഒരു ഷൂ എടുത്ത് കുത്തിക്കയറ്റി. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇറങ്ങി. എന്നിട്ട് മുടി എങ്ങനെ സെറ്റ് ചെയ്യണം അതിനെക്കുറിച്ചായി ടെൻഷൻ. പിന്നെ മുടിയൊക്കെ പിടിച്ചിങ്ങനെ പിന്നി കെട്ടിയൊക്കെ വെച്ചു. മൊത്തത്തിൽ ഇറങ്ങി വന്ന് കണ്ണാടിയിൽ നോക്കിയപ്പോൾ എനിക്ക് തന്നെ തോന്നി, കോട്ടയം കുഞ്ഞച്ചനില്ലേ മമ്മൂട്ടിയുടെ കാമുകിയായിട്ടുള്ള രഞ്ജിനി ഉണ്ടല്ലോ, കാമുകിയാണോ എന്ന് എനിക്കറിയത്തില്ല, അതിൽ രഞ്ജിനിയെ പെണ്ണ് കാണാൻ കുഞ്ചം വന്നിറങ്ങുന്ന ഒരു സീനുണ്ട്. ഒരു കൂളിംഗ് ഗ്ലാസിൻ്റെ കുറവ് കൂടിയേ അതിനുണ്ടായിരുന്നുള്ളൂ. ശരിക്കും പെട്ടെന്ന് ഇങ്ങനെ നോക്കിയാൽ ഞാൻ ഞെട്ടിപ്പോയി. അതൊന്നുമല്ല എൻ്റെ മനസ്സിലെ ഞാൻ വിചാരിക്കുന്ന ടീഷർട്ടും ട്രാക്ക് സ്യൂട്ടും ഹസ്ബൻഡിൻ്റെ ഷൂവും കൂടി ഇട്ടപ്പോൾ ഞാൻ ശരിക്കും ഒരു കിരൺ ബേദി സ്റ്റൈലിലാണ് കണ്ണാടിയിൽ നോക്കുമ്പോൾ ഉണ്ടല്ലോ കുഞ്ചം വന്ന് നിൽക്കണ പോലെ. എന്നിട്ട് ഞാൻ തളർന്നില്ല.
അപ്പോഴേക്കും ഏകദേശം സമയമായി, അവിടെ റിപ്പോർട്ട് ചെയ്യാനുള്ള സമയമൊക്കെ ആയി. സാരമില്ല, ലുക്കിലല്ലല്ലോ കാര്യം, അവിടുത്തെ പ്രകടനത്തിലല്ലേ കാര്യം. ഇനി ഈ ബോഡിയൊക്കെ ഒന്ന് സെറ്റാക്കണം, ജോലി കിട്ടുമ്പോൾ ആ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് പോലീസുകാർ തന്നെ ബോഡി സെറ്റാക്കുമല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു, അതൊക്കെ പിന്നെ അവിടെ ട്രെയിനിങ്ങും കാര്യമായിട്ടൊക്കെയുള്ള എക്സസൈസൊക്കെ വരുമ്പോഴത്തേക്ക് ഈ വയറും കാര്യമൊക്കെ പോവും, വയറൊക്കെ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ശരിക്കും ഒരു കുഞ്ചൻ. അങ്ങനെ ഞാൻ നേരെ റിപ്പോർട്ടിംഗ് ടൈമിന് മുമ്പ് ഗ്രൗണ്ടിൽ ചെന്നിറങ്ങി. കുറച്ച് പേരൊക്കെ എന്നെ നോക്കുന്നുണ്ടായിരുന്നു, ഈ രൂപം കണ്ടിട്ടൊക്കെ നോക്കിയതായിരിക്കും. എന്തായാലും ഗ്രൗണ്ടിൽ ചെന്നിറങ്ങി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടാണ്. മെഡിക്കൽ കോളേജിൽ ഉള്ള ഒരു വലിയ ഗ്രൗണ്ട് ഉണ്ടല്ലോ, ആ കുട്ടികൾക്കൊക്കെ പ്രാക്ടീസ് ചെയ്യാനൊക്കെ ഉള്ള ഗ്രൗണ്ട്. അവിടെ ചെന്നിറങ്ങും. അവിടെ തന്നെ ട്രിവാൻഡ്രത്തെ LNCPയിലെ ഉദ്യോഗസ്ഥർ, അവിടെ PGക്കൊക്കെ പഠിക്കണവരും പിന്നെ PSCയിൽ നിന്ന് വരുന്ന ഉദ്യോഗസ്ഥരും ഒക്കെ ചേർന്നാണ് ഈ ടെസ്റ്റ് നടത്തുന്നത്. അവിടെ ചെന്നപ്പോൾ നല്ല പയർ പോലത്തെ കൊച്ചു പെൺപിള്ളേർ നല്ല അടിപൊളിയായിട്ട് ട്രാക്ക് സ്യൂട്ടും ടീഷർട്ടും ഒക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നു. ട്രിവാൻഡ്രത്തൊക്കെ നല്ല രീതിയിൽ പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് വന്ന പിള്ളേരാണ്. അവരിങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒന്ന് വാമപ്പൊക്കെ ചെയ്യുന്നു. എനിക്ക് വാമപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അവരെ ഇങ്ങനെ പുച്ഛത്തോടെയൊക്കെ നോക്കി ഞാനും മാറി നിന്നു. ഈ തള്ള എന്തിനാ വന്നതെന്നുള്ളൊരു ഭാവത്തിൽ 1-2 പിള്ളേർ എന്നെ സൂക്ഷിച്ചു നോക്കി. ഞാനും ഒരേ പുച്ഛത്തോടെയൊക്കെ ഒന്ന് നോക്കി. കാരണം നിങ്ങൾ ഇത്രയല്ലേ ഉള്ളൂ, നിങ്ങൾ ഈ കൊച്ചു പിള്ളേരൊക്കെ എന്ത് ചെയ്യാനാണ്, ഞങ്ങൾ ഈ ഹൈറ്റൊക്കെ ഉള്ളവർ ഇവിടെ നിൽക്കുമ്പം എന്നുള്ള അർത്ഥത്തിൽ ഞാനും അങ്ങോട്ട് നോക്കി. എന്തായാലും പക്ഷേ ഞാൻ തിരിച്ചിങ്ങനെ ഗാലറിയിലേക്ക് നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. അപ്പൂപ്പന്മാരില്ലേ 9ാം വാർഡിൽ വലിച്ചു കിടക്കണ അപ്പൂപ്പന്മാർ വരെ ഈ ഫിസിക്കൽ ടെസ്റ്റ് കാണാനായിട്ട് മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൻ്റെ സൈഡിൽ വന്നിരുന്നു. ഞാൻ എന്നിട്ട് ഇങ്ങനെ ഉഭയന്താവിനെ നോക്കി വെച്ചു, എന്തിനാ ഇവരൊക്കെ വന്നിന്, മോർച്ചറിയിൽ നിന്ന് വരെ ആൾക്കാർ എണീറ്റ് വന്ന് ഇരിക്കണ ഒരു ഫീല്. ആ പിള്ളേർ വന്നിരിക്കുന്നുണ്ട് മെഡിക്കൽ കോളേജിൽ, ഈ ഫ്രീ ആയിട്ടുള്ള കുട്ടികൾ മുഴുവനും വന്നിരിപ്പുണ്ട്, സ്റ്റുഡൻസ്. പോരാഞ്ഞിട്ടാണ് വാർഡിൽ കിടക്കണ അപ്പൂപ്പന്മാർ അമ്മമ്മമാർ എന്തിന് മോർച്ചറിയിൽ ഇങ്ങനെ കെട്ടിവെച്ചവർ വരെ ഉണ്ടെന്ന് എനിക്ക് തോന്നിപ്പോയി ആ നിമിഷം. അത്രയ്ക്ക് ആൾ. എന്നിട്ടോ ഓടുന്ന പിള്ളേർക്ക് അനാവശ്യ പ്രോത്സാഹനവും. ഇപ്പോൾ പോട്ടെ, കുഴപ്പമില്ല. ഇതിനിടയ്ക്ക് ഹസ്ബൻഡ് വന്നിട്ട് ചെവിയിൽ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ഫ്രണ്ട് മനോജിൻ്റെ ഫാമിലി അവരൊക്കെ അവിടെ വന്ന് നിൽക്കുന്നു. ഞാൻ ചോദിച്ചു, ഈ മനോജിനെ ഫാമിലിയും ഒക്കെ കല്യാണത്തിന് വിളിക്കണ പോലെ മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ ആരാ വിളിച്ചത് എന്ന് ചോദിച്ചു. പറഞ്ഞു, അറിയില്ല, അവരെന്തിനോ മെഡിക്കൽ കോളേജിൽ വന്നപ്പോൾ ഞാനിവിടെ നിൽക്കുന്ന കണ്ടു, എന്തിനാ വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ വൈഫിൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് ഇവിടെ നടക്കുകയാണെന്ന്, അത് കാണാൻ വേണ്ടി ഇദ്ദേഹം കുടുംബസമേതം ക്ഷണിച്ച് വരുത്തിയതാണ് മനോജും ഫാമിലിയും എന്ന് പറഞ്ഞാൽ മനോജിൻ്റെ ഭാര്യ അനിത. അവളാണെങ്കിൽ പിന്നെ അവൾ മാത്രം ഇത് കണ്ടാൽ മതി, പിന്നെ നമ്മളെ നാട്ടിലെ കുടുംബശ്രീയിൽ എല്ലായിടത്തും ഇത് അറിയുമല്ലോ. എന്തായാലും ശരി, അല്ലെങ്കിൽ തന്നെ ഞാൻ വിൻ ചെയ്യുന്നത് അവരൊക്കെ ഒന്ന് കാണട്ടെ. പുറത്ത് അറിയിക്കാനും കുറച്ച് ആൾക്കാർ വേണ്ടേ. ഇന്നത്തെ പോലെ നമുക്ക് മൊബൈലിൽ സ്റ്റാറ്റസ് എടുത്ത് ഫിസിക്കൽ ടെസ്റ്റ് എന്ന് പറഞ്ഞ് ഇടാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്കിതിന് പുറം ലോകത്തെത്തേക്ക് വേറെ വഴികളില്ല. അപ്പോൾ തീർച്ചയായിട്ടും മനോജും അനിത ആ PR വർക്ക് നല്ല രീതിയിൽ ചെയ്തോളൂ എന്നുള്ള അഭിമാനത്തോടു കൂടി ഞാനും അങ്ങനെ ഓട്ടത്തിനിറങ്ങി. ഇതിനിടയ്ക്ക് പയർ പോലത്തെ പെമ്പിള്ളേരെന്ന് നേരത്തെ പറഞ്ഞില്ലേ, ഇവരൊക്കെ പോയിട്ട് ഇങ്ങനെ ഈസി ആയിട്ട് ഹൈ ജമ്പൊക്കെ ചാടി വരുന്നു, കൈയടിക്കുന്നു, ഓടുന്നു, കൂടെ നിൽക്കുന്നവർ കൈയടിക്കും. ഇവരെ ട്രെയിൻ ചെയ്യിച്ച് കൊണ്ടുവന്ന അധ്യാപകരൊക്കെ സൈഡിൽ നിൽപ്പുണ്ട്. മാക്സിമം എന്ത് കൊടുക്കുന്നുണ്ട്, പ്രോത്സാഹനവും കൊടുക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ അങ്ങനെയൊന്നും അറിയില്ലല്ലോ. പിന്നെ ഞാൻ വിചാരിക്കുകയാണ്, ദൈവമേ ഈ പിള്ളേർ ഈ സൈസിലല്ലല്ലോ കാര്യം, ഇവരെത്ര ഭംഗിയായിട്ട് ഇതൊക്കെ ചെയ്യുന്നു എന്ന് വിചാരിച്ചു. എന്തായാലും എൻ്റെ ഓട്ടത്തിൻ്റെ അവസരം വന്നു. പിന്നെ ഞാൻ വിചാരിച്ചത് ഈ 4-5 കാര്യം ക്രാക്ക് ചെയ്താൽ, 4-5 ഐറ്റം ക്രാക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്യാൻ പറ്റുമെന്നൊരു തെറ്റിദ്ധാരണ എനിക്കുണ്ടായിരുന്നു. സ്കിപ്പിംഗ് അതെനിക്ക് ഓൾറെഡി അറിയാം, സ്കൂളിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ PT പീരീഡൊക്കെ ഇത് കളിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതറിയാം. പിന്നെന്താ പറയുക, പുന്നയ്ക്ക പറക്കൽ പോലെ ബോൾ ദ റേസിങ് ദ ബോളോ അങ്ങനെ എന്തോ ഒരു സംഭവമുണ്ട്. ഓടിപ്പോകുന്നു, ബോൾ എടുക്കുന്നു, ഇവിടെ കൊണ്ടുവയ്ക്കുന്നു, ബോൾ എടുക്കുന്നു, അവിടെ. അതൊക്കെ ഇൻട്രസ്റ്റിംഗ് ജോബല്ലേ. പിന്നെ ഓട്ടം. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട ഒരു 3-4 എണ്ണം സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് പണി പാളിയത്. ആദ്യം ഓട്ടത്തിൽ നമ്മൾ വിൻ ചെയ്തു എലിജിബിളായി വരുമ്പോഴത്തേക്ക് ഹൈ ജമ്പ് തരും. ഹൈ ജമ്പിലും എലിജിബിളായാൽ പിന്നെ ലോങ് ജമ്പ്, സ്കിപ്പിങ്ങും മറ്റേ എന്തോന്നു പോയിട്ട് ബോൾ പറക്കലും ഒക്കെ കിട്ടുള്ളൂ. അപ്പം തന്നെ ഞാനൊന്ന് പെട്ടു. എന്നിട്ട് ഞാൻ തർക്കിച്ചു അവിടെ നിൽക്കുന്ന എന്നിട്ട് അവർക്ക് ഹിന്ദിയെ അറിയാവൂ, LNCPയിലെ പിള്ളേരാണ്, എനിക്കറിയാവുന്ന ഹിന്ദിയൊക്കെ വെച്ചിട്ട്, ബേട്ടാ ഫസ്റ്റ് ഐ വാണ്ട് ടു ഓട്ടം. അപ്പോൾ അവൻ പറഞ്ഞു റേസ്. റേസ് എനിക്കത് വേണം. സെക്കൻഡിലി ബേട്ടാ ഐ വാണ്ട് സ്കിപ്പിംഗ്. അപ്പോൾ ആ ചെക്കൻ പറഞ്ഞു, LNCPയിലെ സ്റ്റുഡൻസാണ്, അവർ വോളണ്ടിയേഴ്സായിട്ട് വരുന്നതാണ്, അവരാണിതൊക്കെ കറക്റ്റ് പക്ക എഴുതിയെടുക്കാൻ അവിടെ നിൽപ്പുണ്ട്. അവർ പറഞ്ഞു നോ ഫസ്റ്റ് റേസ്, സെക്കൻഡ് ഹൈ ജമ്പിന്. നോ സെക്കൻഡ് ഐ വാണ്ട് ദ ബോൾ പറക്കൽസ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഒന്നും അവൻ അനുവദിച്ചില്ല. പിന്നീട് അവൻ അങ്ങോട്ട് ദേഷ്യപ്പെടാൻ തുടങ്ങി. എന്തായാലും ഓട്ടത്തിൽ ഞാനൊരു ഉസൈൻ ബോൾട്ടായി മാറി എന്നുള്ളതാണ് സത്യം. അതായത്
പറന്നു ഞാൻ. ഓട്ടമൊക്കെ പണ്ടേ എനിക്കറിയാം. പാല് വാങ്ങിക്കാൻ പോകുമ്പോൾ പട്ടിയൊക്കെ ഓടിച്ചിട്ടുണ്ടല്ലോ. ഞങ്ങളൊക്കെ നാട്ടിൻ പുറത്തുകാരല്ലേ. അപ്പോൾ രാവിലെ എണീറ്റ് മേക്കപ്പൊന്നും ഇല്ലാതെ ഒരു തൂക്കപാത്രമൊക്കെ പിടിച്ച് കിലോമീറ്ററുകൾ താണ്ടി പാല് വാങ്ങാൻ പോകുന്ന ഒരു കലാപരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അപ്പോൾ തങ്കപ്പൻ എന്ന് പറഞ്ഞിട്ടൊരു അമ്മാവനുണ്ട്. ഈ അമ്മാവൻ്റെ വീട്ടിലെ പട്ടിയെ രാവിലെ ആകുമ്പോൾ അഴിച്ചുവിടും. അങ്ങനെ ഈ പാല് വാങ്ങിക്കാൻ പോകുന്ന വഴിക്ക് പട്ടി ഓടിച്ചൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉള്ളതല്ലാതെ ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടി ഒരു ഓട്ട മത്സരത്തിലോ അല്ലെങ്കിൽ ഒന്നിലും ടൈമൊന്നും നോക്കേണ്ട ആവശ്യമില്ല. കാരണം പട്ടി ഓടിച്ച് നമ്മൾ പറക്കൂലേ. ആ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഓട്ടത്തിന് എന്നെ കൊണ്ട് നിർത്തി. ഇങ്ങനെ ആൾ നിൽപ്പുണ്ട്, ജസ്റ്റ് വിസിൽ ഊതി ആ ഒരു ഇത് കേട്ടോടനെ വിസിൽ കേട്ടോടനെ തന്നെ പറന്ന് അവിടെ എത്തിയപ്പോൾ തന്നെ ചാടി നിന്നു. അപ്പോൾ ശരിക്കും നമ്മൾ പട്ടി ഓടിച്ച് ലാസ്റ്റിലെത്തുമ്പോൾ എൻ്റെ വീട്ടിൻ്റെ തങ്കപ്പമാമൻ്റെ പറമ്പിൽ നിന്ന് എൻ്റെ പറമ്പിലേക്ക് ഞാൻ ചാടിയാണ് ലാൻഡ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഒരു കയ്യിൽ പാലും കാണും. ഒരു 3 ഗ്ലാസ് പാല് വാങ്ങിച്ചാൽ 1 ഗ്ലാസ് പാലേ വീട്ടിലെത്തുള്ളൂ, ബാക്കി തങ്കപ്പൻ മാമൻ്റെ പട്ടി കൊണ്ടുപോകും. അപ്പോൾ ഇതുപോലെ ഞാൻ തങ്കപ്പൻ മാമൻ്റെ പറമ്പിൽ നിന്നുകൊണ്ട് എൻ്റെ പറമ്പിലേക്ക് ലാൻഡ് ചെയ്യുന്ന ആ ഒരു ലാഘവത്തോടു കൂടി ഓടിയെത്തി ഫസ്റ്റിൽ ഞാനാണ് ലാൻഡ് ചെയ്തത്. അങ്ങനെ ഞാൻ ലാൻഡ് ചെയ്ത് നിൽക്കുന്നു. തങ്കപ്പൻ മാമന് മനസ്സുകൊണ്ടൊരു താങ്ക്സ് ഒക്കെ പറഞ്ഞ് അപ്പോഴേക്കും നല്ല രീതിയിൽ മനോജ് അനിതയുടെ മുഖത്ത് അത്ര സന്തോഷമൊന്നുമില്ലായിരുന്നു. എങ്കിൽ കൂടി എല്ലാവരും എന്ത് ചെയ്യുന്നു, ക്ലാപ്പ് ചെയ്യുന്നു. മറ്റേ അവിടെ ഇരിക്കുന്ന 9ാം വാർഡിൽ നിന്ന് വന്ന് അവിടെ കണ്ടുകൊണ്ടിരുന്ന അപ്പൂപ്പന്മാരൊക്കെ ഷ്യൂ വിളിക്കുന്നു. ഞാൻ എന്തായാലും ഭയങ്കര ഹാപ്പിയായി. ഹസ്ബൻഡിൻ്റെ മുഖത്ത് ഒക്കെ ഒരു സന്തോഷം. അങ്ങനെ ഓട്ടം വളരെ ഭംഗിയായി പര്യവസാനിച്ചിരിക്കുന്നു. അവരുടെ കയ്യിലൊരു ബോർഡുണ്ട്. ആ ബോർഡിൽ പേര് നമ്മുടെ നമ്പറുണ്ടല്ലോ. ആദ്യത്തെ 800 റാങ്കുകൾക്കുള്ളിൽ ഞാൻ ഈ വിമൻ എക്സൈസ് ഓഫീസർ ഇതിൽ വരികയും ചെയ്തു റിട്ടണിൽ. പിന്നെയാണ് ഫിസിക്കൽ വന്നിട്ട് ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുന്നത്. അപ്പോൾ അവർ ഓട്ടത്തിൻ്റെ നേർക്ക് നമുക്ക് കാണാൻ പറ്റും, പച്ച ടിക്കറ്റ് അങ്ങ് വിട്ടു. അപ്പോൾ സെറ്റായി. ഇനി അടുത്തത് ലോങ് ജമ്പാണ്. ഈ ഹൈ ജമ്പ് ഈ ഹൈ ജമ്പിലേക്ക് പോയി. പക്ഷെ എനിക്ക് ഒട്ടും താല്പര്യം, ഞാൻ ഇന്ന് വരെ ഇത് ചാടിയിട്ടുമില്ല. ഈ ഒരു തങ്കപ്പൻ മാമൻ്റെ പറമ്പിൽ നിന്ന് എൻ്റെ പറമ്പിലേക്കുള്ള ലാൻഡിങ് അല്ലാതെ ഇങ്ങനെ ഉയരത്തിൽ ചാടേണ്ടി എനിക്ക് ഇന്നേ വരെ വന്നിട്ടില്ല. എന്തായാലും പോയി നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, ഓരോ കുട്ടികളും വന്ന് വളരെ സ്ട്രാറ്റജിയോടുകൂടി ഈ നേരെ ഇങ്ങനെ ചാടാതെ ഇങ്ങനെ വന്നിട്ട് സൈഡ് ചാടി ഇവരങ്ങ് പോവുകയാണ്. അപ്പോഴേക്കും നല്ല ക്ലാപ്പ്. 3 അവസരം തരും നമുക്ക് ചാടുമ്പോൾ. അങ്ങനെ ഫസ്റ്റ് ചാട്ടത്തിൽ തന്നെ എലിജിബിളായി പോയ കുട്ടികളാണ് അത്രയും. സെക്കൻഡ് ചാട്ടം, തേർഡ് ചാട്ടം ഒന്നും എടുക്കുന്നില്ല. ഞാനും ഇങ്ങനെ പോയി. ഒന്നാമത്തെ കാര്യം, എൻ്റെ കുഞ്ചൻ്റെ പാൻറ്റ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ എന്നേക്കാളും വലിയൊരു ഷൂ, ആ ഷൂ ഒക്കെ ഇട്ടിട്ടാണ് പക്ഷെ ഓടിയെത്തി എന്നുള്ളതാണ്. പക്ഷേ ഈ ഹൈ ജമ്പിലേക്ക് വന്നപ്പോൾ എനിക്ക് എന്നെ അങ്ങോട്ട് മറിച്ചിടാൻ പറ്റുന്നില്ല. ആദ്യത്തെ ചാട്ടത്തിൽ ചെന്നിങ്ങനെ നിൽക്കുകയും തിരിച്ചു വരികയും ചെയ്തു. രണ്ടാമത്തെ ചാട്ടത്തിലേക്ക് ഞാൻ പോകുന്ന സമയത്ത് ഞാൻ എങ്ങനെയോ ചാടി. ഈ കുട്ടികൾ പണ്ടും എന്തെങ്കിലും ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അത് ഗ്രാഫ് ചെയ്യും. അങ്ങനെ ഈ കുട്ടികൾ വന്നിട്ട് ഇങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ ചാടി ബോഡി മറിച്ചിടുന്നത് കണ്ടു ഞാൻ. എന്തായാലും ഞാൻ അതുപോലെ തന്നെ എന്ത് ചെയ്തു, ഇങ്ങനെ വന്നു, എൻ്റെ ബോഡി മറിച്ചിട്ടു. ഇങ്ങനെ ചാടിയിട്ട് മുകളിലോട്ട് നോക്കുന്നതിനിടയ്ക്ക് ആ ബാർ എന്ത് ചെയ്തു, എൻ്റെ പുറത്തേക്ക് വന്ന് വീഴുകയും ചെയ്തു. ആദ്യം ക്ലാപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കൂവാൻ തുടങ്ങി. ഈ ബാർ വീഴുമ്പോൾ കൂവും. അപ്പം ഞാനിങ്ങനെ 1 മോർ ചാൻസ്. അപ്പോൾ അവരെന്നെ പറഞ്ഞു ഇനിയുണ്ട് 2 ചാൻസ്, ചാടിക്കോളാൻ പറഞ്ഞു. വീണ്ടും വരുന്നു, എടുത്ത് ചാടുന്നു, ഭയങ്കര കയ്യടി. നോക്കുന്നതിന് മുമ്പ് ബാർ വന്ന് തലമണ്ടയിൽ കൂടെ വീഴുന്നു. അങ്ങനെ 3ലും എന്ത് ചെയ്തു, ഞാൻ ചാടും, എല്ലാവരും കയ്യടിക്കും. അത് കഴിഞ്ഞ് പിന്നെ ബാർ വന്ന് എൻ്റെ തലയിൽ കൂടെ വീഴാണ്. എവിടെ ഈ ഷൂ ഒക്കെ കയറി തട്ടുന്നതായിരിക്കും. അങ്ങനെ ഒരു ഷൂവിനെ കുറ്റം പറയാൻ വേണമല്ലോ. ഇക്കരെ നിൽക്കുന്ന പട്ടര് അക്കരെ നിൽക്കുന്ന തോണി മുക്കിയെന്ന് നമുക്ക് കുറ്റം പറയാൻ ആരെങ്കിലും വേണ്ടേ. എന്തായാലും ആ ഒരു ഹൈ ജമ്പ് വളരെ ശോകമായിട്ട് പര്യവസാനിച്ചു. ശരി, അടുത്ത ലോങ് ജമ്പിൽ പിടിക്കാം. പിന്നെ ഇനി എൻ്റെ സ്കിപ്പിങ് കിടപ്പുണ്ട്, എൻ്റെ ബോൾ പറക്കൽ കിടപ്പുണ്ട്. ഒരെണ്ണം പോയാലും കുഴപ്പമില്ല. അടുത്ത ലോങ് ജമ്പിലേക്ക് അവർ എൻട്രി തന്നു. ലോങ് ജമ്പ് അതും കൂടി എൻട്രി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറ്റേതെടുക്കാൻ പറ്റില്ല. അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു അന്ന്. എന്തായാലും ലോങ് ജമ്പിലേക്ക് പോയി. ആദ്യത്തെ ചാട്ടത്തിൽ അവർ വരച്ചിരിക്കുന്ന ഒരു കൺട്രോൾ പോയിൻ്റ് ഉണ്ട്. നമ്മൾ ചെന്ന് സ്റ്റാർട്ടിങ് പോയിൻ്റ്, ആ സ്റ്റാർട്ടിങ് പോയിൻറ്റിൽ ചവിട്ടാൻ പാടില്ല. അപ്പോൾ അത് ചവിട്ടി, അങ്ങനെ അത് ഫെയിലായി. രണ്ടാമത്തെ അറ്റംപ്റ്റിൽ വളരെ ഹൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് പറന്നെത്താൻ പറ്റുമെന്നുള്ള ധൈര്യത്തിൽ ഞാൻ ചെന്നങ്ങ് വീഴുകയും എന്നെ നടു ഉളുക്കിയതൊക്കെ ഒരുമിച്ചായിരുന്നു. കാരണം എങ്ങനെയാണ് ഈ ലോങ് ജമ്പ് ചാടി അവിടെ ഫിനിഷ് ചെയ്യേണ്ടതെന്നുള്ള യാതൊരുവിധ സ്ട്രാറ്റജി എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. നേരത്തെ പറഞ്ഞ പെൺകുട്ടികളൊക്കെ മനോഹരമായി ചാടുകയും ഫിനിഷ് ചെയ്യുകയും കൈയടിക്കുകയും പച്ച ടിക്കൊക്കെ വാങ്ങി അവർ പോവുകയും ചെയ്തു. പക്ഷേ അവിടെ വീണ എന്നെ LNCPയിലെ കുട്ടികൾ എന്നെ താങ്ങിയെടുത്ത് സൈഡിലേക്ക് കൊണ്ടുവന്ന് ഇരുത്തി. പിന്നെ അടുത്തൊരു മത്സരത്തിലേക്ക് പോകാനുള്ള ആരോഗ്യസ്ഥിതിയിലായിരുന്നില്ല ഞാൻ. ഉടനെ തന്നെ ആരെങ്കിലും ബൈസ്റ്റാൻഡർ ആരെങ്കിലും ഉണ്ടോ, ആരെങ്കിലും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ
ഈ ഒരു പാഴ്വസ്തുവിനെ ഇവിടെ നിന്ന് എടുത്ത് മാറ്റണം, കാരണം അവർക്ക് ബുദ്ധിമുട്ടാണല്ലോ. എന്തായാലും ഉളുക്ക് വീണ് പോയി. നോക്കുമ്പോൾ ഉണ്ട് ഹസ്ബൻഡ് അവിടെ പല്ലൊക്കെ കടിച്ച് കണ്ണൊക്കെ ചോപ്പിച്ച് നിൽപ്പുണ്ട്. മനോജും ഫാമിലിയും ഒക്കെ അവിടെ നല്ല ഹാപ്പി ആയിട്ട് നിൽപ്പുണ്ട്. കാരണം എൻ്റെ വീഴ്ച കണ്ടവർ ആസ്വദിച്ച് നിൽക്കുകയായിരുന്നു. എന്തായാലും ഹസ്ബൻഡ് വന്നു. ഹസ്ബൻഡ് വന്നിട്ടൊരു ചോദ്യം. ഇപ്പം ഞാനിങ്ങനെ നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് നമ്മൾ ബൈക്കിലാണ് വന്നത്, അങ്ങോട്ടേക്ക് പെട്ടി ഓട്ടോ വിളിക്കണോ അതോ പറ്റുമോ ബൈക്കിലിരിക്കാനെന്ന് ചോദിച്ചു. ഹൃദയം തകർക്കുന്ന ചോദ്യമായിരുന്നു. എന്നാലും കുഴപ്പമില്ല, പെട്ടി ഓട്ടോ ഒന്നും വേണ്ട, ഞാൻ ബൈക്കിലിരുന്നോളാം എന്ന് അത്യധികം ഗൗരവത്തോടെ പറയുകയും ഗ്രൗണ്ടിലോട്ട് നോക്കുകയൊക്കെ ചെയ്തു. പിള്ളേരൊക്കെ നല്ല അടിപൊളിയായിട്ട് ഫിനിഷ് ചെയ്യുന്നുണ്ട്. എന്നെ എന്തായാലും തിരിച്ച് കൊണ്ടുപോയതുപോലെ ആ സാധനത്തിനെ എടുത്ത് സ്കൂട്ടറിൻ്റെ പുറകിൽ വെച്ച് ഇവരെ വീട്ടിലേക്കും കൊണ്ടുപോയി. ഇപ്പോൾ തിരുവനന്തപുരത്താണ് ഞങ്ങൾ താമസിക്കുന്നത്, കവടിയാറ്. ഈ കവടിയാറ് വീട്ടിൽ നിന്നും വീട്ടിലേക്ക് കയറാനായിട്ട് ചെറിയൊരു ഹൈറ്റ് ഉണ്ട്, ഒരു സ്ലോപ്പുണ്ട്, പടിയല്ല, അങ്ങോട്ടേക്ക് കയറണം. ശരിക്കും സ്കൂട്ടറിൽ നിന്ന് ചെന്ന് ഇറങ്ങിയതേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ടേക്ക് കയറാനായിട്ട് നടു അനുവദിച്ചില്ല. എന്തായാലും എന്നെ പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി. അപ്പോഴേക്കും മോളൊരു ചെറിയ കുട്ടി ഫ്രോക്കൊക്കെ ഇട്ട്, ഒരു നീല ഫ്രോക്കൊക്കെ ഇട്ട്, എനിക്കിപ്പോഴും ഇതൊക്കെ അവസരം ഓർമ്മയുണ്ട്. തലയൊക്കെ ഇങ്ങനെ ലുട്ടാപ്പി പോലെയൊക്കെ കെട്ടി വെച്ചിട്ട് അവിടെ വന്നിങ്ങനെ നിന്നിട്ട് ഭയങ്കരമായിട്ട് സങ്കടത്തിലാണ് നിൽക്കുന്നത്. എൻ്റെ വരവൊക്കെ കണ്ടിട്ട് പെട്ടെന്ന് അവളിങ്ങനെ ചോദിച്ചു, പോലീസുകാർ ഒരുപാട് ഉപദ്രവിച്ചല്ലേ എന്ന് ചോദിച്ചു. കരയണോ ചിരിക്കണോ എന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു, കാരണം കൊച്ചിനെ അങ്ങനത്തെ നിറം പിടിപ്പിച്ച കഥകളല്ലേ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ചെറുതായിട്ട്. എന്നിട്ട് ചോദിച്ചു, അമ്മയുടെ മുതുകത്ത് ചവിട്ടും കിട്ടിയല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേറെ അവളുടെ അടുത്ത് എനിക്കൊന്നും അപ്പോൾ പറയാൻ പറ്റൂലല്ലോ. ഹസ്ബൻഡ് അതിനിടയ്ക്ക് അലപ്പ് തുടങ്ങി. എന്തൊക്കെയായിരുന്നു, മുട്ട, ഏത്തപ്പഴം, പാല്, ആ വകയിൽ ഒരു 4000 രൂപ എനിക്ക് പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നീ പറഞ്ഞതെന്താ, ട്രെയിനിങ്ങിന് കയറിയ ഉടനെ ശമ്പളം കിട്ടിയ ഉടനെ 4000 തരാമെന്നാണ്. എൻ്റെ പൈസ എനിക്കിന്ന് വൈകുന്നേരം കിട്ടണമെന്ന്. ഒരാൾ വീണ് കിടക്കുമ്പോഴാണോ പൈസ കണക്ക് പറയുന്നത്? പക്ഷെ എൻ്റെ ഉപയന്താവിന് അവിടെ വെച്ചുള്ള ആ നാണക്കേടും എൻ്റെ ഈ ഒരു പ്രകടനങ്ങൾ, കാരണം അതിൻ്റെ മുന്നേ ഉള്ള എൻ്റെ പ്രകടനം അത്രയ്ക്ക് അസഹനീയമായിരുന്നു. കിരൺ ബേദി ആയിരുന്നല്ലോ വീട്ടിൽ. എന്തായാലും 4000 രൂപയുടെ കഥ അവിടെ കട്ടിലിൽ കൊണ്ട് കിടത്തി. മോള് കണ്ണൊക്കെ നിറഞ്ഞ് വന്നടുത്ത് നിൽപ്പുണ്ട്. എന്നിട്ട് വീണ്ടും ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് മൂക്കിലിടിക്കാമായിരുന്നു അവരെ. അല്ലെങ്കിൽ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പെപ്പർ സ്പ്രേ ഒക്കെ കരുതണം പെണ്ണുങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ, സെൽഫ് പ്രൊട്ടക്ഷന്. അപ്പോൾ ഇവൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു, അമ്മയ്ക്ക് കുറച്ച് കുരുമുളകിൻ്റെ സ്പ്രേ കൊണ്ടുപോകൂടായിരുന്നു. അവസാനം അമ്മ ഇത്ര ഉപദ്രവിച്ചപ്പോൾ അമ്മയ്ക്ക് അതൊന്ന് സ്പ്രേ ചെയ്തുകൂടെ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ ഞാൻ പറഞ്ഞു, മോളോട് ഞാൻ എല്ലാ കാര്യവും പിന്നീട് വിശദമായിട്ട് പറഞ്ഞുതരാം, മോളിപ്പോൾ പൊക്കോ എന്ന് പറഞ്ഞ് അങ്ങ് വിട്ടു. ഇതിനിടയ്ക്ക് ഇവൾ സങ്കടപ്പെട്ടങ്ങ് പോകുന്നുണ്ടായിരുന്നു. പിന്നെ മോനിത് അറിയരുതേ എന്നുള്ളൊരൊറ്റ പ്രാർത്ഥന എനിക്കുണ്ടായിരുന്നുള്ളൂ. കാരണം അവനാണ് എൻ്റെ അന്നും ഇന്നും എൻ്റെ ഏറ്റവും വലിയ ട്രോളർ. എന്തും എന്നെ ട്രോളി കൊല്ലുക എന്നുള്ളതാണ് അവൻ്റെ ജീവിത ലക്ഷ്യം തന്നെ, അതാണ്. അപ്പോൾ അവൻ അന്ന് ട്യൂഷനൊക്കെ പോയിരിക്കുകയാണ്. അവൻ ഈ കലാപരിപാടികളൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവനെ ഒന്നും പറഞ്ഞ് നമുക്ക് കൺവിൻസ് ചെയ്യിക്കാനും പറ്റില്ല. 2 എക്സ്ട്രീമാണ് 2 മക്കൾ. ഒന്നിനെ നമ്മൾ അടൂർ ഗോപാലകൃഷ്ണൻ ടൈപ്പാണ് ഈ മോള്. ഒരു കാര്യം പറഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞ് അടുത്ത് സംസാരിക്കും. എൻ്റെ കൈ പൊള്ളിയപ്പോൾ പോലും ഞാൻ കൈ പൊള്ളി ബോധം കെട്ട് കിടക്കുന്ന അവസരത്തിൽ ഇവളാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത്. വന്നിട്ട് ഇവൾ എന്നോട് ചോദിക്കുകയാണ്, അബോധത്തിലേക്ക് ഞാനങ്ങ് പോവുകയാണ്. അപ്പോഴേക്കും ഇവൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നു, കൈ പൊള്ളിയോ? ഓ അയ്യോ, കഷ്ടമായി പോയല്ലോ, പോയി കിടന്നു എന്ന് പറഞ്ഞ മോളാണ്. അടുത്ത വീട്ടിൽ ആൻറ്റിയെ വിളിക്കുകയെന്ന് ഞാനിങ്ങനെ അവ്യക്തമായി പറഞ്ഞപ്പോൾ പോലും ഇവൾ പറയുന്നത്, ഷോ കഷ്ടമായി പോയി. അപ്പോൾ ഞാൻ പിന്നീട് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വന്നിട്ട് ഇവളോട് പറയും ചെയ്തു, ആ എക്സ്പ്രഷൻ അല്ല അവിടെ ഇടേണ്ടത്, നീ അവിടെ കിടന്ന് അലറി വിളിക്കണമായിരുന്നു, നാട്ടുകാരെ വിളിച്ചു കൂട്ടണമായിരുന്നു. എൻ്റെ അമ്മ തീ പൊള്ളിയെന്ന് പറഞ്ഞ് വിളിക്കാത്ത എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ, ഓ എന്തിനാ നമ്മളിങ്ങനെ പൊള്ളി കിടക്കുന്ന ഒരാളെ വെറുതെ ഡിസ്റ്റർബ് ചെയ്യുന്നത്, ആ ടൈപ്പാണ് ആൾ. വീട്ടിലൊരു പാമ്പ് കയറി വന്നു. ഞങ്ങൾ സിനിമയൊക്കെ കണ്ടിട്ട് കഥയിലൊരു ട്വിസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ വീട്ടിലൊരു പാമ്പ് കയറി വരുന്നു. ഇവളാണ് ഫ്രണ്ടിലേക്ക് പോകുന്നത്. സിനിമ കണ്ടിട്ട് വരുവാണ്, ലൈറ്റ് ഇട്ടിട്ടില്ല, മൊബൈൽ ലൈറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് പെട്ടെന്ന് മൊബൈൽ ലൈറ്റിൽ വിളി പാമ്പിനെ കണ്ടു, വലിയൊരു പാമ്പ്, സാമാന്യം വലിയ പാമ്പ്. അപ്പോൾ ഇവള് തന്നെ ഈ പാമ്പിനെ കണ്ടിട്ട് എന്നെ നോക്കിയിട്ട് പറയുകയാണ്, ഒരു പാമ്പ്. അപ്പോൾ ഇവള് ചുണ്ടനങ്ങാണ്, ഇവിടെ പാമ്പ് കിടക്കുന്നു കേട്ടോ, ഇവിടെ പാമ്പ്. അങ്ങോട്ട് മാറി നിൽക്കും. ഞാൻ ചോദിച്ചു, എന്ത് കിടക്കുന്നതെന്ന്? പാമ്പ് അത് പത്തി ഉയർത്തി നിൽക്കുകയാണ് പാമ്പ്. അങ്ങനെ എക്സ്പ്രഷൻ ഇടുന്ന ആളാണ്. പെട്ടെന്ന് ഞങ്ങളൊക്കെ 2 കിലോമീറ്റർ അപ്പുറം പോയി. എന്തായാലും ഇവൾ അങ്ങോട്ട് മാറി നിന്നു. അപ്പം ഞാൻ ചോദിച്ചു, എൻ്റെ കൊച്ചെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഈ എക്സ്പ്രഷനാണോ ഇടേണ്ടേ? അന്നേരം അവൾ പറഞ്ഞൊരു മറുപടിയുണ്ട്, നമ്മൾ അതിനെ വെറുതെ ബഹളം വെച്ച് പാനിക്കാക്കിയിട്ട് കാര്യമുണ്ടോ, അതോ അതിൻ്റെ വഴി തേടി അങ്ങ് പൊക്കോളും. അങ്ങനെ പറഞ്ഞൊരു മുതലാണത്.
എന്തായാലും അതിനെ എന്തും പറഞ്ഞ് നമുക്ക് കൺവിൻസ് ചെയ്യിക്കാം. അത്രത്തോളം ഒരു എക്സ്പ്രഷനും വരാത്ത ഒരാളാണ്. പക്ഷെ മോൻ അറിഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടാവും എന്നുള്ളത് കൊണ്ട് തന്നെ ഇവൻ അറിയരുതേ എന്ന് പറഞ്ഞു. പക്ഷെ ഇവൻ വന്ന് നോക്കുമ്പം എനിക്ക് സഹായത്തിനൊക്കെ വരുന്ന കമല ചേച്ചിയാണ് അന്ന് ഇന്ന് എൻ്റെ ജീവിതത്തിൽ കൂട്ട്. പാവം കമല ചേച്ചി വന്നിട്ട് എൻ്റെ പുറത്തൊക്കെ തൈലം ഇട്ട് തൈലമൊക്കെ ഇട്ട് തന്നിട്ട് പിന്നെ ഇട്ടേക്കുവാണ്. അപ്പോഴേക്കും മോൻ വന്ന് ചോദിച്ചു, അയ്യോ അമ്മയ്ക്ക് എന്ത് പറ്റി, രാവിലെയൊക്കെ നല്ല ഹാപ്പി ആയിട്ട് ഇവിടെ നടക്കണുണ്ടല്ലോ, അമ്മ എന്താ ഇങ്ങനെ കിടക്കണേന്നൊക്കെ ചോദിച്ചപ്പോൾ ഹസ്ബൻഡ് അടുത്ത മുറിയിൽ നിന്ന് വിളിച്ച് പറഞ്ഞിട്ട്, ദേ തോറ്റു തുന്നമ്പാടി വന്ന് കിടപ്പുണ്ട് നിൻ്റെ അമ്മ എന്നിങ്ങനെ പറഞ്ഞു. അപ്പം തന്നെ മനസ്സിലാവും, ഫിസിക്കൽ ടെസ്റ്റ് ആയിരുന്നല്ലേ, ആഹാ കൊള്ളാമല്ലോ, പൊൻതൂവലൊക്കെ എവിടെയാണ് കൊണ്ട് വെച്ചിരിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. അവൻ കളിയാക്കി, അവനങ്ങ് അവൻ്റെ പാട്ടിന് പോയി. എന്തായാലും എനിക്ക് ഈ കിടക്കുന്ന പൊസിഷനിൽ നിന്ന് തിരിഞ്ഞു കിടക്കാൻ പോലും പറ്റത്തില്ല, ആ രീതിയായിരുന്നു. അപ്പം കമല ചേച്ചി ഒന്ന് എണ്ണയൊക്കെ ഇട്ടിട്ട് പോയല്ലോ, ദോശയ്ക്ക് എണ്ണ അയക്കണ പോലെ. അപ്പോഴെപ്പോഴാണ് ഞാൻ കമല ചേച്ചി ഒന്ന് വിളിക്കും, ചേച്ചി എന്നെ ഒന്ന് മറിച്ച് കിടത്തുമോ. അപ്പോൾ ചേച്ചി വന്നിട്ട് ചട്ടുകം വെച്ച് നമ്മൾ ദോശ എടുത്ത് മറിച്ചിടണ പോലെ എന്നെ എടുത്ത് മറിച്ച് കിടത്തും. അപ്പോൾ അതൊരു 2-3 പ്രാവശ്യം. ഇപ്പോൾ ചേച്ചി തന്നെ വന്നിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നു കൊച്ചി പോലീസാകാൻ പോകുന്നതെന്നൊക്കെ പറയുന്ന കേട്ടപ്പോഴേ എനിക്കറിയായിരുന്നു. ഇതൊക്കെ ഉശിരുള്ള പിള്ളേർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. ഈ കൊച്ച് ശരിക്കും പറഞ്ഞ ഒരു കൊഞ്ഞാണത്തിയാണ്. കൊച്ചിന് വല്ല സ്കൂളിലൊക്കെ പോയി ഇങ്ങനെ കുട്ടികളെയൊക്കെ പഠിപ്പിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. പോലീസായിട്ടൊക്കെ പോകണമെങ്കിൽ നല്ല ഉശിര് വേണ്ടേ, അല്ലെങ്കിലേ കൊച്ചിനൊരു കൊഞ്ഞാണ സ്വഭാവമാണ്. ആരായി മൊത്തത്തിൽ ധനനഷ്ടം, മാനഹാനി, ആരോഗ്യനഷ്ടം, ഇതെല്ലാം കൂടെ കഴിഞ്ഞിട്ട് ഇതാ മാനഹാനിയും കൂടെ. കൊഞ്ഞാണത്തിയെന്ന് വരെ ആ ചേച്ചി എന്നെ വിളിപ്പിച്ചു, സഹായത്തിന് വരുന്ന ചേച്ചി പോലും കൊഞ്ഞാണത്തിയെന്ന് വിളിച്ചു. എന്താ അത് ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥാന്തരങ്ങളാണ്. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമ്പോഴത്തേക്ക് ഉപേന്താവ് പറയാൻ തുടങ്ങി, 2 ഏത്തപ്പഴം, 3 മുട്ട, 2 പാല്, എല്ലാം കൂടി 4000. അത് പിന്നെ താങ്ങാൻ പറ്റാതെ വന്നപ്പോൾ എൻ്റെ അന്നത്തെ ATM റിസർവ് ബാങ്കും ഒക്കെ എൻ്റെ അമ്മയായിരുന്നു. അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ ഒരു 4000 രൂപ തരുമോ, ഒരു കമ്പ്യൂട്ടർ കോഴ്സിന് പഠിക്കാനാണ്. അമ്മയാണെങ്കിലേ പഠിത്തം ഒന്ന് കേട്ടാൽ പഠനത്തിന് ചേരാനാണെന്ന് പറഞ്ഞാൽ അമ്മ മാറ്റി വെച്ചിട്ട് ആർക്കും കൊടുക്കൂല എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കുന്ന കാശ് പോലും എനിക്ക് തരും. ഈ പഠനത്തിന് വേണ്ടിയൊക്കെ ഒരുപാട് കാശ് ചിലവാക്കിയിട്ടുള്ളതുകൊണ്ട് തന്നെ ഇതും കൂടി പോട്ടെ എന്ന് വെച്ചിട്ട് അമ്മ 4000 രൂപ അടുത്ത വീട്ടിലെ ബേക്കറിയിലെ ചേട്ടൻ വീട്ടിലേക്ക് വരുമ്പോൾ, ഞങ്ങൾ വീട്ടിൻ്റെ അതുവഴിയാണ് ബേക്കറി അടച്ച് വീട്ടിൽ പോകുന്നത്. അന്ന് രാത്രി പാവൻ ചേട്ടൻ വീട്ടിൻ്റെ അടുത്തുനിന്ന് ബേക്കറി, എൻ്റെ വീട്ടിൻ്റെ അടുത്താണ് കട നടത്തുന്നത്, അവിടെ നിന്ന് കടയിൽ കടച്ച് പോകുന്ന സമയത്ത് 4000 രൂപ ഭദ്രമായിട്ട് ഏൽപ്പിച്ചു. അതങ്ങ് ഉപേന്താവിന് കൊടുത്ത് എൻ്റെ കണക്ക് തീർത്തു. അല്ലെങ്കിൽ പിന്നെ ആ ഏത്തപ്പഴവും മുട്ടയാവും എൻ്റെ ഏറ്റവും വലിയ മാനഹാനി. അതെല്ലാം തീർത്തു. എന്തായാലും ഈ ഫിസിക്കൽ ടെസ്റ്റിൽ അതിമനോഹരമായി ഞാൻ തോറ്റു എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ആദ്യത്തെയും അവസാനത്തെയും ഫിസിക്കൽ ടെസ്റ്റായിരുന്നു ഇത്. അങ്ങനെ ഏകദേശം ഒരാഴ്ച കൊണ്ട് ഞാൻ പിച്ച വെച്ച് നടക്കാൻ തുടങ്ങി. നടുവൊക്കെ ശരിയായി. അതോടുകൂടി ഞാൻ ഈ പോലീസ് കാര്യമൊക്കെ, അല്ലെങ്കിൽ പിന്നീട് അങ്ങോട്ട് എൻ്റെ 2 പിള്ളേരും ഈ പറഞ്ഞ PSC ജോബിന് വേണ്ടി കഷ്ടപ്പെട്ട് പഠിക്കാനൊന്നും വില്ലിങ് ആകാത്ത ആൾക്കാരാണ്. 2 പേരും 2 രീതിയിലായിട്ടുള്ള പ്രൊഫഷണൽ ജോലികളിലേക്കൊക്കെ പോകുന്ന. ഒരാൾ പ്രൊഫഷണൽ ജോലിയിലാണ്, ഒരു US കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. മറ്റേ എക്സ്ട്രീം മോനുണ്ടല്ലോ അവൻ, ഇനി മോളാകട്ടെ അവളൊരു ഡിസൈനിങ്ങിന് പഠിക്കുന്ന ആളാണ് നിഫ്റ്റിൽ. അത് കഴിഞ്ഞിട്ട് ആ ഒരു ഡിസൈനിങ് മേഖലയിലേക്കൊക്കെ പോകുന്ന ആളാണ്. അപ്പോൾ ശരിക്കും PSCയിലൂടെ എനിക്ക് ആ മോഹം നേടിയെടുക്കാനായില്ല. എൻ്റെ അന്നത്തെ ഒരു മോഹമായിരുന്നു കേട്ടോ അത്. പക്ഷെ പിന്നീട് അങ്ങോട്ട് എൻ്റെ അധ്യാപനത്തിൻ്റെ വഴിത്താരയിൽ എൻ്റെ ഒപ്പമുള്ള മക്കളൊക്കെ പഠിച്ചിട്ട് ഫിസിക്കലിലാണെന്നൊക്കെ പറയുമ്പോൾ ശരിക്കും എന്നെ ഒരുപാട് ചിരിപ്പിക്കുന്ന, ആ കോട്ടയം കുഞ്ഞച്ചനിലെ കുഞ്ചനായിട്ട് ഞാൻ വേഷം കെട്ടി പോയതും തോറ്റതും നാട്ടുകാർ മുഴുവൻ ചിരിച്ചതും അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്ന് കിടത്തിയതും അവസാനം കമല ചേച്ചിയുടെ ഡയലോഗും മോള് പോലീസുകാർ ഒരുപാട് ഉപദ്രവിച്ചല്ലേ അമ്മയെന്ന് ചോദിച്ചതും ഒക്കെ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരും. ഇപ്പം കുറച്ച് ഒരു 2 ആഴ്ച മുമ്പ് അമൽജിത്തിൻ്റെ പഠനത്തിൻ്റെ വഴിത്താരയിലുടനീളം ഞാനും ഉണ്ടായിരുന്നു അമലിൻ്റെ ഒപ്പം. അതായത് അമലിനെ മലയാളം പഠിപ്പിച്ചത് ഞാനാണ്, അഭിമാനത്തോടെ എനിക്ക് പറയാൻ പറ്റും. അപ്പോൾ പറഞ്ഞു, ഗുർവി ഞാൻ ഫിസിക്കലൊക്കെ പാസ്സായി, എനിക്ക് ആ ജോബിൽ റാങ്ക് ലിസ്റ്റിൽ ജോലി കിട്ടാൻ ചാൻസ് ഉള്ള രീതിയിൽ റാങ്ക് ലിസ്റ്റും വന്നു. അപ്പോൾ ശരിക്കും അത് നമുക്ക് സാധിക്കാത്ത നമ്മളെ മക്കളിലൂടെ സാധിക്കും അല്ലേ. പലരും ഇങ്ങനെ വിളിക്കുമ്പോൾ ഞാൻ പറയും, ഇനി എനിക്ക് നിന്നെ യൂണിഫോമിൽ കാണണം എന്നൊക്കെ പറയുമ്പോൾ PSCയോട് ഒരു പ്രതികാരം വീട്ടൽ കൂടിയാണ്. എനിക്ക് സാധിക്കാത്ത എൻ്റെ കുട്ടികളിലൂടെ എനിക്ക് പറ്റുന്നുണ്ടല്ലോ. ഫിസിക്കലി എനിക്ക് അവരെ ട്രെയിൻ ചെയ്യാൻ പറ്റില്ലെങ്കിൽ കൂടി ഞാൻ അവർക്കെല്ലാം സപ്പോർട്ടും കൊടുക്കുന്നു, അവർക്ക് പഠിച്ച് റാങ്ക് ലിസ്റ്റിലേക്ക് കയറാൻ കഴിയുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയൊരു CPO വരാൻ പോവുകയാണ്, എൻ്റെ ലിസ്റ്റ് വരാൻ പോവുകയാണ്. അതിലേക്ക് എൻ്റെ മക്കൾ ഒത്തിരി പേരുണ്ടാവും.
അപ്പോൾ ബയോളജിക്കലി ഞാൻ പ്രസവിച്ച മക്കളല്ലെങ്കിലും എൻ്റെ ശിഷ്യഗണങ്ങളൊക്കെ എനിക്ക് മക്കൾ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവരിലൂടെ ഞാൻ നേടുകയാണ്. എനിക്കൊരിക്കൽ മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ ആദ്യത്തെയും അവസാനത്തെയും എൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് അതായിരുന്നു. എനിക്കൊരു കോമഡി, ഒരു ചിരിയോടുകൂടി അല്ലാതെ അത് ആലോചിക്കാൻ പറ്റില്ല. പിന്നെ ഈ ഫിസിക്കൽ ടെസ്റ്റിലൊക്കെ പാസ്സായി അത്രയും ഡിറ്റർമിനേഷനിലൂടെ പോലീസ് എന്ന ജോബിലേക്ക് എത്തിച്ചേരുന്നത് ആ ഓരോ മക്കൾക്കൊരു സല്യൂട്ടാണ്. കാരണം അത്രയ്ക്ക് പാടാണ് കേട്ടോ ഇതൊക്കെ ക്രാക്ക് ചെയ്യാനും. ഇത് ആ ഒരു ഡിറ്റർമിനേഷനൊക്കെ വേണം. തെറ്റിദ്ധാരണകളിലൂടെ എന്നെ എത്തിച്ചതുപോലല്ല. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പാലും മുട്ട ഏത്തപ്പഴവും നിന്ന് വെയിറ്റ് കൂട്ടുന്നതൊന്നും അല്ല. പ്രോപ്പറായിട്ടുള്ളൊരു ട്രെയിനിങ് കിട്ടിയാൽ മതി. ഉറപ്പായിട്ട് ആ ഒരു ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായി കഴിയും. നല്ല ആരോഗ്യമുള്ള ഒരു സേനാ വിഭാഗത്തിനെ തന്നെയാണ് കേരള സർക്കാരിന് ആവശ്യം. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് ഓർമ്മയാണ്. ഇനിയിപ്പം വരാൻ ഒത്തിരി മക്കൾ ഫിസിക്കൽ ടെസ്റ്റിലേക്ക് പോകുന്നു. അപ്പോൾ അവർക്കൊരു കോമഡി ആയിട്ട് ഇത് ഓർക്കാനാവട്ടെ. ഫിസിക്കൽ ടെസ്റ്റൊക്കെ പാസ്സായിട്ട് വരുമ്പോൾ ഞങ്ങൾ ഗുരുവി മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പെട്ടി ഓട്ടോ വിളിക്കണോ എന്ന് ഹസ്ബൻഡ് ചോദിച്ച ഒരു അവസ്ഥയാണ്. എന്തായാലും പിന്നീട് അങ്ങോട്ട് ചിലപ്പോൾ, അല്ലെങ്കിൽ അതിൽ ജയിച്ചിരുന്നു എങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു വിമൻ എക്സൈസ് ഓഫീസറായിട്ടൊക്കെ ഇപ്പോൾ ഇരുന്നേനെ. വേണ്ട, അധ്യാപനമായിരിക്കാം എൻ്റെ വിധി, അല്ലെങ്കിൽ അതിലേക്കായിരിക്കണം പോകേണ്ട. അപ്പോൾ ഇത്ര മക്കളെ കിട്ടിയല്ലേ പോലീസായിട്ടൊക്കെയുള്ള സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് പോകാൻ പോകുന്ന മക്കളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ എൻ്റെ ലൈഫിലെ നേട്ടങ്ങളായി ഞാൻ കാണുന്നു. ഇതൊരു തമാശ കഥയായിട്ട് എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഓർക്കാൻ കഴിയട്ടെ. പിന്നീട് മോളെപ്പോഴും വലുതായ ശേഷം എന്നോട് ചോദിച്ചു, അമ്മ പണ്ട് കള്ളം പറഞ്ഞല്ലേ പോലീസുകാരെ ഇടിച്ചു തോപ്പിക്കലാണ് ഫിസിക്കൽ ടെസ്റ്റ് എന്നൊക്കെ. പിന്നെ അപ്പോഴേക്കും ഞാൻ പറഞ്ഞു, എന്തെല്ലാം കള്ളക്കഥകൾ ഞാൻ പറഞ്ഞു. ഇപ്പോഴും അത് തന്നെയല്ലേ തുടരുന്നത്. ഇത് കള്ളക്കഥയൊന്നുമല്ല. ഓരോ പിള്ളേർക്ക് ക്ലാസ്സൊക്കെ എൻജോയ്മെൻ്റ് ആകാൻ വേണ്ടി ഞാൻ യക്ഷണി കഥ, പ്രേതകഥ ഒക്കെ പറഞ്ഞു കൊടുക്കാറില്ല. ഇനി എൻ്റെ മോളെ ഒരുപാട് പേടിപ്പിച്ചൊരു പ്രേതകഥയുണ്ട്, അത് പിന്നെ ഒരിക്കൽ പറയാം. അത് പരീക്ഷയൊക്കെ ഒന്ന് കഴിയട്ടെ. ഇനി അടുത്ത വരാൻ പോകുന്നത് നമ്മുടെ PYQ സെഷൻസ് മാരത്തോൺ ആയിരിക്കും. 2024 മാരത്തോൺ സെഷൻ. അപ്പോൾ കാണാം. അപ്പോൾ സങ്കടം മാത്രമൊന്നുമല്ല, നമ്മളെ ലൈഫിൽ ഇതുപോലെ ആലോചിച്ച് ചിരിക്കാൻ. ചിലപ്പോൾ ഞാൻ ബസ്സിലൊക്കെ ഇരുന്ന് ഇത് ആലോചിച്ച് ചിരിച്ചിട്ടുണ്ട്. അപ്പോൾ ശരി, അടുത്ത വീഡിയോയുമായി നമ്മുടെ മാരത്തോൺ PYQ സെഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.